ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഡൈനാമിക് ബ്ലോക്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്ക് യുവനറി ഡീറ്റെയിൽസിന് ആവശ്യമായിട്ടുള്ള ഡൈനാമിക് ബ്ലോക്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിൽ നമ്മൾ വാളൊക്കെ വരയ്ക്കുന്ന സമയത്ത് അത് പിന്നീട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സ്ട്രെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക് ബ്ലോക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു 200 തിക്നെസ്സും 1200 ഒരു റെക്റ്റാങ്കിളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിതിനെ ഒന്ന് വെർട്ടിക്കലായിട്ട് വയ്ക്കാം. ഇതിന് ശേഷം നമ്മളിത് അതിൻ്റെ ഒരു പ്ലാസ്റ്ററിങ് എന്നുള്ള രീതിക്ക് കാണിക്കാനെ കൊണ്ട് ഇത് ആവശ്യമുള്ള കാര്യമായിട്ട് ജസ്റ്റ് നമ്മൾ ഏതായാലും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 റെക്റ്റാങ്കിൾ കൂടി ഞാനിവിടെ 12 തിക്നെസ്സിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഹാച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വാളിൻ്റെ ഒരു ഹാച്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിനെ ഇനി നമുക്ക് എങ്ങനെ സ്ട്രെച്ചബിളായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനാമിക് ബ്ലോക്കായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതാദ്യം ഇത്തരത്തിൽ റെക്റ്റാങ്കിൾ വെച്ച് വാൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനൊരു ബ്ലോക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൽ ബ്ലോക്കാക്കിയിട്ട് അതിന് നമുക്ക് വാൾ സെക്ഷൻ എന്നൊരു പേര് കൊടുക്കാം. അതിനുശേഷം സ്പെസിഫൈ ഓൺ ഗ്രീൻ ബേസ് പോയിൻ്റായിട്ട് നമുക്ക് ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ബേസ് പോയിൻ്റ് എന്നുള്ളത്. ബേസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയിൻ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബേസ് പോയിൻ്റ് കൊടുക്കുന്നത്. അതിനുശേഷം ഓപ്പൺ ഇൻ ബ്ലോക്ക് എഡിറ്റർ എന്നുള്ളത് എനേബിൾ അല്ലെങ്കിൽ അത് എനേബിൾ ആക്കി വയ്ക്കുക. കാരണം നമുക്കിപ്പോൾ ഇനി ഇത് ചെയ്യണമെങ്കിൽ പോകേണ്ടത് ബ്ലോക്ക് എഡിറ്ററിലേക്കാണ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ബ്ലോക്ക് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ഒരു ഈസി വേ എന്നുള്ള രീതിക്ക് നമുക്കിവിടെ ഓപ്പൺ ഇൻ ബ്ലോക്ക് എഡിറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കും. അതിനുശേഷം നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത്തരത്തിലൊരു വിൻഡോയിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒരു വിൻഡോയിൽ നിന്നുകൊണ്ട് ഞാൻ എന്നിട്ട് കളറൊന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. ലൈൻസിൻ്റെ കളർ ലെയർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോക്ക് എഡിറ്ററിൽ വന്നു. ഇനിയിപ്പം നമ്മുടെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ലീനിയർ എന്നുള്ളൊരു പാരാമീറ്ററാണ്. ഇതിപ്പോൾ ലീനിയർ എന്ന പാരാമീറ്റർ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രെച്ച് ഓപ്പറേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ലീനിയർ പാരാമീറ്റർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റാണ് നമുക്ക് വേരി ചെയ്യേണ്ടതിന് ഹൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പോയിന്റിലേക്ക് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രിഡ് ഡിസ്പ്ലേ എന്നുള്ളത് മാറ്റി 2 എന്നുള്ളത് 1 ആക്കി കൊടുക്കാം. നമുക്ക് മോളോട്ട് ആരോ വേണ്ടതുകൊണ്ട് നമുക്ക് പാരാമീറ്റർ താഴെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മുന്നേ ചെയ്ത പോലെ തന്നെ പാരാമീറ്റർ ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രിഡ് ഡിസ്പ്ലേയിൽ പോയിട്ട് ഗ്രിഡ് ഡിസ്പ്ലേ നമ്പർ എന്നുള്ളത് 1 ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാത്രം. മുന്നേ ഇവിടെ 2 പോയിന്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൻ്റെ ആവശ്യം നമുക്ക് നിലവിലുള്ളൂ. കാരണം നമുക്ക് മോളോട്ടാണ് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കേണ്ടത്. അത് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ആക്ഷനാണ്. അതായത് ഈ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണോ അത് എന്ത് ഓപ്പറേഷനിൽ ഉൾപ്പെടേണ്ട പാരാമീറ്റർ ഇപ്പോൾ ഡിസ്റ്റൻസ് ആണോ, റൊട്ടേഷൻ ആണോ, അല്ലെങ്കിൽ അലൈൻമെൻ്റ് ആണോ, ഫ്ലിപ്പാണോ, അതാണ് ഈ പാരാമീറ്റർ എന്നുള്ള സെക്ഷനിൽ കൊടുക്കുന്നത്. അതിനുശേഷം അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ഏത് രീതിക്കാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ആക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പാരാമീറ്റർ ഡിസ്റ്റൻസ് എന്ന പാരാമീറ്റർ നമുക്ക് സ്ട്രെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സ്ട്രെച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നുണ്ട് സെലക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരാമീറ്റർ ഇതാണ്. അപ്പോൾ ഈ പാരാമീറ്റർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് നമ്മുടെ പാരാമീറ്റർ. അപ്പോൾ ഈ പാരാമീറ്റർ നമ്മൾ സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് പറയുന്നത് ഏത് പോയിൻ്റാണ് നമുക്ക് ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് നമ്മൾ വന്നുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ട പോയിന്റ് ഇതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്യാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക് പാരാമീറ്റർ പോയിന്റ് അസോസിയേറ്റ് വിത്ത് ആക്ഷൻ ഓർ എൻ്റർ. ആക്ഷൻ അസോസിയേറ്റ് ചെയ്ത് നിൽക്കേണ്ട പാരാമീറ്റർ പോയിൻ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 പാരാമീറ്റർ പോയിൻ്റാണ് നമുക്കിവിടെ ഉള്ള ഒന്നേതും നമുക്ക് വേണ്ടത് ഇതായതുകൊണ്ട് ആ ഒരു
പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്തത് കോർണർ ടു സ്ട്രെച്ച് ഫ്രെയിം. സ്ട്രെച്ച് ആവേണ്ടത് ഏത് ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ഭാഗത്തുനിന്ന് മുകളിലോട്ടാണ് സ്ട്രെച്ച് ആവേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു കോർണർ സെലക്ട് ചെയ്യണം. ഇങ്ങനെ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ടെന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആകും. അതിനുശേഷം പിന്നെ പറയുന്നത് സെലക്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പാരാമീറ്ററിന് വേണ്ടുന്ന ഓപ്പറേഷൻസ് ആഡ് ചെയ്യേണ്ട ഡേറ്റാസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഉൾപ്പെടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം പാരാമീറ്റർ ആഡ് ആയതിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും പാരാമീറ്ററിൽ എഡിറ്റിംഗ് ഈ ഒരു ഡൈനാമിക് ബ്ലോക്ക് ആഡ് ആയതിൻ്റെ സിമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വന്നിട്ട് എഡിറ്റ് ഓപ്ഷൻ പോയിട്ട് ആക്ഷൻ സെറ്റിൽ മോഡിഫൈ സെലക്ഷൻ സെറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു നമ്മൾ ചെയ്ത ഒരു ഡൈനാമിക് ബ്ലോക്ക് വർക്കാവുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്ക് എഡിറ്ററിൽ വന്നിട്ട് ബ്ലോക്ക് എഡിറ്ററിൽ നിന്നുകൊണ്ട് ടെസ്റ്റ് ബ്ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ, ടെസ്റ്റ് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയൊരു വിൻഡോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്ക് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓപ്പറേഷൻ വർക്കാവുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ കണ്ടു. നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിലേക്ക് അതിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഇതിനെ ഇപ്പോൾ സെക്ഷനൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വാൾ ആഡ് ചെയ്യണമെന്നുണ്ട്, ഒരെണ്ണം വരയ്ക്കേണ്ട. ഇത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഇതെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്ത് വയ്ക്കുമ്പം പ്രത്യേകിച്ച് ഒരു ഫോൾഡറിൽ തന്നെ സേവ് ചെയ്ത് വയ്ക്കുക, ഒരു ഫയലായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. കാരണം ഒരുപാട് ബ്ലോക്കുകളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഫയൽ സ്ലോ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രത്യേക ഒരു ഫയലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ബ്ലോക്കുകൾ മാത്രമായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. ആവശ്യമുള്ള ബ്ലോക്കുകൾ അവിടെ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു വാറിൻ്റെ സെക്ഷനാണ്. ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഡ്ത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഇതേ ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ച് തന്നെ വേണമെങ്കിൽ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിക്കും ഒരു ഇത് കൊടുക്കാൻ പറ്റും, ഒരു ആക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് പാരാമീറ്റർ തന്നെയാണ്. പാരാമീറ്റർ എടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു പാരാമീറ്റർ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം മുന്നേ ചെയ്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രിഡ് ഡിസ്പ്ലേയിലേക്ക് പോയതിന് ശേഷം ഒരു ഡിസ്പ്ലേ ഒന്നാക്കുന്നു. ഇവിടെ ആക്ഷൻ സെയിം ആക്ഷൻ തന്നെയാണ്. സ്ട്രെച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ്. പാരാമീറ്റർ സെലക്ട് ചെയ്യുന്നു, പാരാമീറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഇത്തവണ നമുക്ക് സ്ട്രെച്ച് ആവേണ്ടത് ഈ ഒരു എൻ്റയർ പോർഷനാണ്. അതായത് ഈ ഭാഗം ഫുള്ള് നമുക്ക് സ്ട്രെച്ച് ആവണം, അങ്ങോട്ട് സ്ട്രെച്ച് ആക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെയുള്ള പോർഷൻ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് ഇവിടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒബ്ജക്റ്റ് നമ്മൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വീണ്ടും ടെസ്റ്റ് ബ്ലോക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ടാവും ഇവിടെ നമുക്കിതിൻ്റെ വിഡ്ത്തും ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 200 എന്ന വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിനെ നമുക്കിതിൻ്റെ സൈസ് ചേഞ്ച് ആക്കാൻ പറ്റും. ഇപ്പോൾ 250 കൊടുത്തു കഴിഞ്ഞാൽ 250ലേക്ക് ഇത് വരും. 250 ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഹൈറ്റിലും അതേപോലെ തന്നെ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തും 1800 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1800ലേക്ക് അത് സ്ട്രെച്ച് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനാമിക് ബ്ലോക്കിൻ്റെ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡൈനാമിക് ബ്ലോക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ആണിത്. ഇപ്പോൾ നമുക്ക് ഡോറ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ചില ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാടിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേ ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് 1-2 ബ്ലോക്കുകളൊക്കെ ഇത്തരത്തിൽ ക്ലാസിക് ഡോറുകളോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതിനൊക്കെ നല്ലത്. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ബ്ലോക്കാക്കി മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഒരുപാട് നമുക്ക് സ്പീഡപ്പ് ആക്കാൻ പറ്റും. നമ്മൾ വേറെ വരയ്ക്കേണ്ട. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വരച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ജസ്റ്റ് എക്സ്പ്ലോഡ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ നമുക്ക് ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ക്ലോസ് ബ്ലോക്ക് എഡിറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നത് സേവ് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ സേവ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലോക്ക്
ആവശ്യമുള്ളിടത്ത് യൂസ് ചെയ്യാം. ഇൻസേർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന നമുക്ക് ഈ ബ്ലോക്ക് ആവശ്യമുള്ള ബ്ലോക്ക് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ച ബ്ലോക്കുകളാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ പല ഓപ്പറേഷൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരുപാട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഈ ഡൈനാമിക് ബ്ലോക്കിൻ്റെ ഓരോരോ ഓപ്പറേഷൻസായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ടൂൾ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനാണിത്. ഇത് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് ബ്ലോക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഡൈനാമിക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിക്ക് യൂസ് ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ലീനിയർ പാരാമീറ്റർ വെച്ചിട്ടുള്ളൊരു സ്ട്രെച്ച് ഓപ്പറേഷനോടെ കാണിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ഡൈനാമിക് ബ്ലോക്ക് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാൻ സാധിക്കും. പാരാമീറ്ററിൽ തന്നെ കുറേ പോയിൻ്റ്, പോളാർ, XY, റൊട്ടേഷൻ, അലൈൻമെൻറ്റ്, ഫ്ലിപ്പ്. ഈ ഫ്ലിപ്പൊക്കെ നമുക്ക് ഡോറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാവുന്ന പാരാമീറ്ററാണ്. കാരണം നമ്മളൊരു ഡോർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലായിടത്തും ഒരുപോലെയാണ് ഡോർ വരുന്നതെങ്കിൽ അതിനൊരു ബ്ലോക്ക് ആക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓപ്പണിങ് ഡയറക്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഹിഞ്ചസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് എലിവേഷനൊക്കെ എന്നുള്ളതെല്ലാം കൂടെ ഒരു ബ്ലോക്കിനകത്ത് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ആരോകൾ ക്ലിക്ക് ചെയ്ത് ടോപ്പ് വ്യൂ ആണോ സൈഡ് വ്യൂ ആണോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ നമുക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത ഡൈനാമിക് ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.